ഗായത്രി ദേവി എൻ്റെ അമ്മയുടെ ഒരു അടിപൊളി പ്രമോയാണ് ഇന്നും വന്നേക്കുന്നത്. ഇഷയുടെ കയ്യിൽ പിടിച്ച് അഭിയുടെ അടുത്തുകൊണ്ട് നിർത്തി പ്രമീള പറയുന്നുണ്ട്, ഇനി മുതൽ അഭിയുടെ ജീവനും ജീവിതവും എല്ലാം നിന്റെ കയ്യിലാ. ഇഷയുടെ കൈ പിടിച്ച് അഭിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇതിനപ്പുറം അഭിയുടെ കാര്യം തീരുമാനിക്കാൻ ഇവിടെ വേറെ ആരുമില്ല. അഭിക്കും ഇഷയ്ക്കും ഒരുപോലെ സന്തോഷമാകുന്നുണ്ട്. സന്തോഷം കൊണ്ട് അഭിയുടെ കണ്ണൊക്കെ നിറഞ്ഞാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കാണുന്ന ദേവബാലയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേവബാല ഇഷയെ പിടിച്ച് തള്ളുന്നുണ്ടെന്ന് തോന്നുന്നു. അവൾ അഭിയുടെ നെഞ്ചിലേക്ക് തന്നെയാണ് ചെന്ന് വീഴുന്നത്. രണ്ടുപേരും കണ്ണി നോക്കി നിൽക്കും. ദേവു ദേഷ്യം കൊണ്ട് പറയുന്നുണ്ട്, ഇല്ല, ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അവരുടെ അടുത്ത് പോകാൻ തുടങ്ങുമ്പം രാജിയമ്മ അവളെ പിടിച്ചൊരു തള്ളു കൊടുക്കും. അവൾ നിലത്തേക്ക് വീഴുന്നുമുണ്ട്. അഭിഷേകിൻ്റെ കൂടെ ഇഷയെ ആംബുലൻസിലേക്ക് കയറും. ആംബുലൻസിൻ്റെ വാതിൽ അടയ്ക്കുന്നുണ്ട്. അത് അടയ്ക്കുന്ന കൂടെ തന്നെ അഭിയോട് അവൾ പറയുന്നുണ്ട്, നമ്മൾ ഈ വാതിൽ അടയ്ക്കൂ അഭി, നമ്മളുടെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായം എന്നേക്കുമായിട്ട് അടയ്ക്കുന്നു. ആ സമയം ദേവു ദേഷ്യത്തോടെയാണ് ഇഷയെ നോക്കുന്നത്. മിന്നായം പോലെ കാണിക്കുന്നുണ്ട്. ആ ബൈക്കിൽ വന്ന പോലീസുകാർ തിരികെ ബൈക്കിൽ പോകുന്നതായിട്ടും. എന്താണേലും നന്നായി ഇഷ അഭിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കണ്ണം വൈദ്യൻ DYSPയെ വിളിക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. പക്ഷെ നാളത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ആരും വരുന്നത് കാണിക്കുന്നില്ല. എന്താണേലും കണ്ണം വൈദ്യനും കൂട്ടരും വെറുതെ ഇരിക്കാൻ ഒരു ചാൻസും ഇല്ല. എന്തെങ്കിലുമൊക്കെ പണി അവർ ഒപ്പിക്കും. ഇപ്പം തോന്നുന്നുണ്ട് ഗായത്രി തിരികെ വരണ്ടായിരുന്നു എന്ന്. വന്നു കഴിഞ്ഞാൽ വീണ്ടും ദേവു ഗായത്രി സോപ്പിട്ട് ഗായത്രിയുടെ കൂടെ കൂടി അഭിയെ പോയി ആയിഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനേ ശ്രമിക്കത്തുള്ളൂ. ഗായത്രി നോക്കുമ്പോൾ മോൻ്റെ ഭാര്യ ഉള്ളപ്പോൾ എന്തിനാ മറ്റൊരു പെണ്ണിനൂടെ പോയി എന്നൊക്കെ ഗായത്രി ചിന്തിക്കത്തുള്ളൂ. ജയരാമനും ഇനി വേണമെങ്കിൽ ദേവുവിന് സപ്പോർട്ടായിട്ട് നിന്നെന്നും വരും. ആകെ ആശ്വാസം പ്രമീളയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാമെന്നുള്ളതാണ്. പ്രമീള പറയുമ്പോൾ എത്രത്തോളം ഗായത്രി അതൊക്കെ വിശ്വസിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ദേവുവിനും കണ്ണം വൈദ്യനും നല്ല ശിക്ഷ തന്നെ കിട്ടണം. സത്യമാഷൊക്കെ ഒരു മാഷാന്ന് പോലും തോന്നുന്നില്ല. അതുപോലെയാണ് അവരുടെയൊക്കെ ഒരു സന്തോഷം, അഭിയെ കൊണ്ടുവന്ന് പീഡിപ്പിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. എന്താണേലും അച്ഛൻ്റെയും മോളുടെയും വൈദ്യയുടെയും ഒക്കെ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. എങ്കിലും ഇഷ അഭി നല്ലതുപോലെ ജീവിക്കുന്ന കുറേ എപ്പിസോഡെങ്കിലും കാണിക്കണം. അല്ലാതെ 2-3 എപ്പിസോഡ് അവർക്ക് സന്തോഷം കാണിച്ചിട്ട് പിന്നെയും ഒരു ദുരിതത്തിലേക്ക് പോകുന്ന പോലെ ആവരുത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായം പറയണേ.